ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 2 വർഷം മുൻപ് റഷ്യൻ സൈന്യം രാജ്യത്ത് ആക്രമണം ആരംഭിച്ചതു മുതൽ അതികഠിനമായ പീഡകളിലൂടെ കടന്നുപോകുന്ന യുക്രൈനെ വീണ്ടും സഹായവുമായി ഫ്രാൻസിസ് പാപ്പ. യുദ്ധത്താൽ തകർന്നു രാജ്യത്തെ നിവാസികളെ പരിചരിക്കുന്നതിനായുള്ള മൊബൈൽ മെഡിക്കൽ യൂണിറ്റാണ് പാപ്പ ക്രിസ്തുമസ് സമ്മാനമായി കൈമാറിയത്. പരിക്കേറ്റവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വാഹനം പാപ്പയുടെ ഉപവിപ്രവർത്തനങ്ങൾക്കായി ചുമതലയുള്ള കർദിനാൾ കോൺറാഡ് ക്രെജെവേസ്കിയാണ് യുക്രൈനിൽ എത്തിക്കുക. ബൈബിളിലെ 10 കൽപ്പനകൾ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ ശിലാഫലകത്തിന് ലേലത്തിൽ ലഭിച്ചത് $50 ലക്ഷം. ബൈബിളിലെ കൽപ്പനകൾ രേഖപ്പെടുത്തിയ അറിയപ്പെടുന്നതും ഏറ്റവും പഴക്കമുള്ളതുമായ ശിലാഫലകമാണിത്. ഏകദേശം $20 ലക്ഷം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇരട്ടിയിലധികം തുകയ്ക്കാണ് ഫലകം വിറ്റുപോയതെന്ന് ലേലസ്ഥാപനായ സോത്തബി വ്യക്തമാക്കി. AD 300-നും 800-നും ഇടയിൽ റോമൻ സെബാസ്റ്റ്യൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ശിലാഫലകം റെയിൽപാതയുടെ നിർമ്മാണത്തിനിടെ 1913-ൽ ഇസ്രായേലിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഫ്രാൻസിസ് പാപ്പ ഡിസംബർ 26-ന് റോമിലെ റെബീബിയയിലെ ജയിലിൽ വിശുദ്ധവാതിൽ തുറക്കും. പാപ്പ വിശുദ്ധവാതിൽ തുറക്കാനെത്തുന്നത് കാരുണ്യത്തിന്റെയും പ്രത്യാശയുടെയുമായ ഒരു ദൗത്യമാണെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. ജയിലിൽ ഞങ്ങൾ നടത്തുന്നത് ഒരു ജോലി മാത്രമല്ല, ഒരു വിളിയും കൂടിയാണെന്നും എന്നാൽ ഇപ്പോൾ പാപ്പയുടെ സന്ദർശനം അതിനൊരു അംഗീകാരമാകുകയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ആദ്യമായിട്ടായിരിക്കും ഒരു കാരാഗൃഹത്തിൽ ഒരു വിശുദ്ധവാതിൽ പാപ്പ തുറക്കുക. ഡിസംബർ 24-ന് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ വിശുദ്ധവാതിലും 26-ന് റെബീബിയ ജയിലിലെ വിശുദ്ധവാതിലും പാപ്പ തുറക്കും. ദുരന്തങ്ങളിൽ എല്ലാം നഷ്ടമായ മനുഷ്യരെ ചേർത്തു നിർത്തുമ്പോഴാണ് മനുഷ്യൻ ദൈവത്തിന്റെ ഛായയുള്ളവനായി മാറുന്നതെന്ന് കർദിനാൾ ക്ലീമിസ് ബാവ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ KCBCയുടെ സഹകരണത്തോടുകൂടി മാനന്തവാടി രൂപത നടപ്പിലാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു KCBC ചെയർമാൻ കർദിനാൾ ബെസിലിയസ് മാർ ക്ലീമിസ് കാതോലിക്ക ബാവ. തോമാട്ടുചാലിൽ ആദ്യ വീടിനെ തറക്കല്ലിട്ടുകൊണ്ട് KCBC നിർമ്മിക്കുന്ന ആദ്യ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചു. മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പൊരുന്നേടം അധ്യക്ഷനായിരുന്ന യോഗത്തിൽ KCBCയുടെ ജസ്റ്റിസ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജേക്കബ് മാവുങ്കൽ പുനരധിവാസ പ്രോജക്ട് വിശദീകരിച്ചു. ജനുവരിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് സമാധാനം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ചർച്ച ചെയ്യാനുള്ള ക്ഷണം US പ്രസിഡന്റ് ജോ ബൈഡൻ സ്വീകരിച്ചതായി വൈറ്റ് ഹൗസ്. രാജ്യത്തെ 2ാമത്തെ കത്തോലിക്ക പ്രസിഡന്റായ ബൈഡൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്ഷണപ്രകാരം ജനുവരി 9 മുതൽ 12 വരെ റോമിലേക്ക് പോകും. ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള ബൈഡന്റെ പ്രത്യേക കൂടിക്കാഴ്ച ജനുവരി 10-നാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ലോകമെമ്പാടും സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയും ബൈഡനും തമ്മിൽ വ്യാഴാഴ്ച നടത്തിയ ടെലിഫോൺ സംഭാഷണത്തെ തുടർന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.